തിരുവറ്റൂരമ്മയുടെ തിരുമുന്നിൽ എനിക്കൊരു കഥയെ അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. എന്റെ കൂടെയുള്ളത് എന്റെ അനുജത്തി ഗൗതമി ശ്രീകുമാറാണ്. എന്റെ പേര് ഗൗരി ശ്രീകുമാർ. കഥാപ്രസംഗ രംഗത്ത് ഖണ്ഡകാവ്യങ്ങൾ തുടങ്ങി വിശ്വോത്തരങ്ങളായ സാഹിത്യ സൃഷ്ടികൾ വരെ കലാസ്വാദകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള കഥാപ്രസംഗ കല എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഉദാത്തങ്ങളിൽ നിർത്തിയിരിക്കുന്നു. കഥകളും കവിതകളും നോവലുകളും ഉപേക്ഷിച്ച് തീസീസുകളിലേക്ക് പോയിരിക്കുന്നു, പ്രബന്ധങ്ങളിലേക്ക്. ആത്മീയവാദവും ഭൗതികവാദവും തമ്മിൽ കോർത്തിണക്കി തീസീസ് കഥാപ്രസംഗ രംഗത്തെ ഒന്നിളക്കി മറിച്ചിട്ടുണ്ട്. ആ ചുവട് പിടിച്ചുള്ള കഥ ഞാനും അവതരിപ്പിക്കുന്നു. ഈ കഥ ആദ്യന്തം സുഹൃതം കേട്ട് നിങ്ങളുടെ വിലയേറിയ നിരൂപണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അതുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാത്സല്യ സംഭൂജിതരെ ഞങ്ങൾ സവിനയം സമർപ്പിക്കട്ടെ. ജന്മവാസനയെ സ്വന്തം ജീവിതം നൽകി പരിപോഷിപ്പിച്ച ചിത്രകാരനായിരുന്നു രാജാ രവിവർമ്മ. ഭാരതീയ ചിത്രകലയെ നവീനപൂർണമായ വഴിത്തിരിവിലേക്ക് നയിച്ച ആ മഹാനായ ചിത്രകാരന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത മറാഠി നോവലിസ്റ്റ് ശ്രീ രഞ്ജിത് ദേശായി രചിച്ച രാജാ രവിവർമ്മ എന്ന നോവലിലെ ഒരു ഭാഗം ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. സുഗന്ധ. അവിടെ ചെറിയൊരു കുന്നിന്റെ മുകളിലായിരുന്നു ബാലികീശ്വര ക്ഷേത്രം. നേരം പ്രഭാതം. ക്ഷേത്രത്തിൽ നിന്ന് ഭക്തജനങ്ങളുടെ വല്ലാത്ത തിരക്ക്. ആ തിരക്കിൽ നിന്ന് മാറി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് മേൽക്കായിരുന്നു. ആ നിൽപ്പ് കണ്ടാൽ അറിയാം അയാൾ ആരെയോ അന്വേഷിക്കുകയാണ്. അല്ല, ക്ഷേത്രഗോപുര വാതിൽ കടന്നു വരുന്നു അതിസുന്ദരിയായൊരു യുവതി. അവളിൽ നിന്നും പിൻവലിക്കാൻ സാധിക്കുന്നതേയില്ല. ഒരു പരപുരുഷൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയവൾ പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പോയി. ഹേ മനുഷ്യ, നിങ്ങൾക്കിത് നല്ലതല്ല. എന്ത് നല്ലതല്ല? നിങ്ങളുടെ ഈ പെരുമാറ്റം കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എന്തിനാ എന്നും രാവിലെ വന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇനി ഇതാ ഞാൻ. ഇത്രയും പറഞ്ഞ് മുഖം വെട്ടിച്ചവൾ തിരിഞ്ഞു നടന്നു. പിറ്റേ ദിവസം അവൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. ഭഗവാന്റെ മുന്നിൽ തൊഴു കൈകളോട് നിൽക്കുന്ന ആ യുവതിയെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ
ഞാൻ നോക്കി നിൽക്കുന്നത് പാപമംഗലമായ കണ്ണുകളോടെയല്ല. ഞാൻ ഒരു ചിത്രകാരനാണ്. ഇത് നോക്കൂ. അദ്ദേഹം ഒരു ചിത്രം അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി നോക്കി. എന്റെ ചിത്രം, എന്റെ എണ്ണച്ചായ ചിത്രം. അവൾ അത്ഭുതപ്പെട്ടു പോയി. ഭഗവതിയെ എന്റെ ഭാവനയിൽ കൊണ്ട് വരച്ചതാണ്. അങ്ങ് തിരുവിതാംകൂറിൽ കിളിമാനൂർ കൊട്ടാരമാണ് എന്റെ ജന്മഗ്രഹം. പേര് രവിവർമ്മ. അയ്യോ, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു. എന്റെ പേര് സുഗന്ധ. എന്നാൽ ഞാൻ പോട്ടെ. അവൾ തിരിഞ്ഞു നടന്നു. സുഗന്ധ വീട്ടിലെത്തി. ഗിർഗാവിലാണ് സുഗന്ധയുടെ വീട്. അനുജത്തി കമലയും ചിറ്റമ്മ ഭഗവായുമുണ്ട്. രവിവർമ്മ കൊടുത്ത ചിത്രം അവൾ തന്റെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചു. ആ ചിത്രത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ മണിക്കൂറുകളോളം ഇരുന്നു. പതിവ് പോലെ സുഗന്ധ ക്ഷേത്രത്തിലെത്തി. പക്ഷേ ആ ചെറുപ്പക്കാരനെ അവളെങ്ങും കാണാൻ സാധിച്ചില്ല. അവൾക്ക് എന്തോ ഒരു വല്ലായ്മ. തിരിച്ച് വീട്ടിലെത്തിയ സുഗന്ധ ആരോടും ഒന്നും മിണ്ടുന്നില്ല. ചിയാച്ചിക്ക് ഇതെന്ത് പറ്റി? അനുജത്തി കമലയുടെ സംശയം. രാത്രിയാണ് സുഗന്ധയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നത്. ഇവിടെയാണ് രവിവർമ്മ താമസിക്കുന്നത്. ആ ബംഗ്ലാവിന് മുന്നിൽ ഒരു കുതിരവണ്ടി വന്നു. അതിൽ നിന്നും ബാല്യക്കാർ അവരെ അകത്തേക്ക് അണിയിച്ചു. കോണിപ്പടിയിലിറങ്ങി വരുന്ന രവിവർമ്മയെ കണ്ട് സുഗന്ധ കൈകൾ കുപ്പി. പോലീസിനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. പോലീസിനൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് എനിക്ക് നൽകി. എന്താ? ചിത്രം ഇഷ്ടമായിരുന്നു. ചിത്രമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ പ്രതിഫലം കൂടാതെ ഞാൻ ഒന്നും സ്വീകരിക്കാൻ ഇതിന് ഞാൻ എന്ത് വിലയാണ് തരേണ്ടത്? അയ്യോ സുഗന്ധ, ഇത് സുഗന്ധയ്ക്കുള്ള എന്റെ സമ്മാനമാണ്. ഇതിന് വിലയൊന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ സുഗന്ധ, എന്റെ മനസ്സിൽ നിരവധി പുരാണ കഥാസന്ദർഭങ്ങളുണ്ട്. അവരൊക്കെ ക്യാൻവാസിലേക്ക് പകർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സിലുള്ള മേനകയെ, രംഭയെ, ഉർവശിയെ, ശകുന്തളയെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ദൈവം ആ രൂപം നിങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ മാതൃകയാകുമെങ്കിൽ അവരൊക്കെ ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തും. അയ്യോ, ക്ഷമിക്കണം, എനിക്കതിന് സാധിക്കില്ല. ശുഭകാര്യങ്ങൾക്ക് ഞാൻ അനുയോജ്യല്ല. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഈ അലൗകികമായ സൗന്ദര്യം ഞാൻ ക്യാൻവാസിലേക്ക് പകർത്തും. അങ്ങനെ സുഗന്ധയെ മാതൃകയാക്കി നിരവധി പുരാണ കഥാസന്ദർഭങ്ങൾ രചിക്കപ്പെട്ടു. രവിവർമ്മ വരച്ച ചിത്രങ്ങൾ ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിച്ചു. ബോംബെയിൽ ആ ചിത്രങ്ങൾ കാണാനെത്തിയത്
ആയിരങ്ങളാണ്. ചില ദിവസങ്ങളിൽ ചിത്രരചന കഴിഞ്ഞ് സുഗന്ധ വീട്ടിലെത്തുമ്പോൾ രാത്രിയേറെയാകും. സുഗന്ധയുടെ ഈ വരവും പോകുമൊന്നും ചിറ്റമുഖാഭായിക്ക് അത്ര കൊണ്ട് രസിച്ചില്ല. സുഗന്ധ, നീ എന്തായി കാണുന്നത്? ഞാനൊന്നും പറയുന്നില്ല. എന്ത് പറയുന്നില്ല? പകൽ മുഴുവൻ ചിത്രം വരാൻ ഇപ്പോഴത്തെ രാത്രിയിലും കൂടെ വന്നിരുന്നു. അവൻ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ, ചിത്രങ്ങളെ കുറിച്ച് ആ സംസാരം ഒരെണ്ണം ഞാനും കണ്ടു. ചിറ്റമ്മയ്ക്ക് ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ മുന്നിലേക്ക് ഓടിപ്പോയി ആ കിടക്കയിലേക്ക്. ഒരു ദിവസം രവിവർമ്മ തന്റെ ചിത്രശാലയിൽ ചിത്രരചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തന്റെ അച്ഛൻ രാമവർമ്മ ധൃതിയിൽ അവിടേക്ക് കടന്നു വന്നത്. അവന്റെ കയ്യിൽ ഒരു കടലാസ്. ചേട്ടാ, ഇത് കണ്ടു? കോടതിയിൽ നിന്നും എനിക്കെതിരെ എന്ത് പറഞ്ഞിട്ട് ചേട്ടൻ ദേവി ദേവന്മാരുടെ തത്തയിടങ്ങൾ വരച്ചത് ഓരോ ഇടത്തും എത്തിച്ച് അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയാണ് ഹിന്ദുക്കളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത്. ഇത് എനിക്കെതിരെയുള്ള വെല്ലുവിളിയല്ല, കലക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. കല ഒരിക്കലും പാപിയാക്കുന്നില്ല, അതെപ്പോഴും പവിത്രമായിരിക്കും. രവിവർമ്മയുടെ കൈകൾ ഒരനീതിക്ക് മുന്നിലും തളർന്നിട്ടില്ല. രവിവർമ്മ കോടതിയിൽ സ്വയം കേസ് വാദിക്കാൻ തീരുമാനിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയും മറ്റുള്ള നേതാക്കന്മാരും രവിവർമ്മയ്ക്കൊപ്പം നിന്നു. പക്ഷേ ചില വർഗീയവാദികൾ ഉറഞ്ഞിരുന്നു. വാദിഭാഗവും മറ്റുള്ളവരും രവിവർമ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചു. ദേവി ദേവന്മാരുടെ നൃത്തയന്ത്രങ്ങൾ വരച്ചാൽ രവിവർമ്മയ്ക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് വാദിച്ചു. മിസ്റ്റർ രവിവർമ്മ, താങ്കൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കോടതി മുൻപാകെ ബോധിപ്പിക്കാം. രവിവർമ്മ കോടതിയെ വണങ്ങി. ബഹുമാനപ്പെട്ട ന്യായാധിപ മഹാശയ, ബഹുമാനപ്പെട്ട ജൂറി അംഗങ്ങളെ, പ്രധാനമായും 2 ആരോപണങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ദേവി ദേവന്മാരുടെ നൃത്തയന്ത്രങ്ങൾ വരച്ച് അത് ഓരോരിടത്തും എത്തിച്ചതാണ് ഒന്നാമത്തെ ആരോപണം. എനിക്കിതിനെ കുറിച്ച് ഒന്നേ പറയുവാനുള്ളൂ. ദൈവം ഒരു മതത്തിന്റെയോ ജാതിയുടെയോ ഉടമസ്ഥതയുള്ളതാണ്. ജാതി മാമൂലുകൾ കൊണ്ട് ക്ഷേത്ര ദർശനം സാധ്യമാകാത്ത സാധാരണ ജനങ്ങൾക്ക് എന്റെ ചിത്രങ്ങൾ വഴി ദർശനം സാധ്യമായാൽ ഞാൻ സന്തുഷ്ടനായി. ദേവി ദേവന്മാരുടെ നൃത്തയന്ത്രങ്ങൾ വരച്ചതാണ് രണ്ടാമത്തെ ആരോപണം. ചിത്രകലയിൽ ശ്ലീലം അശ്ലീലം അങ്ങനെയൊന്നും തന്നെയില്ല. പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള കഥാസന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അന്ധവിശ്വാസം മാത്രം കൈവിരട്ടവരുടെ അന്ധമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴാണ് ചിത്രം അശ്ലീലമായി തോന്നുന്നത്. അശ്ലീലം ചിത്രത്തിലല്ല, അത് നോക്കുന്നവരുടെ മനസ്സിലാണ്. രവിവർമ്മ കോടതിയെ സുദീർഘമായി വാദിച്ചു. ഇതെല്ലാം കേട്ട് കോടതി ശബ്ദമായി. സുഗന്ധ വീട്ടിൽ ദുഃഖിതയായിരിക്കുകയാണ്. ചിത്രമയോടെന്തൊക്കെയോ പറയുന്നുണ്ട്. ഇന്ന് വിധി വരും. ആ ചിത്രകാരന് ശിക്ഷ ഉറപ്പാ. അയാൾ അനുഭവിക്കുക തന്നെ വേണം. ഇടി 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 മുടിഞ്ഞവളെ, നീ ആ മഹാരാജാവിനെ കോടതി കേട്ടില്ലേടി? നീ കാരണം അയാൾക്ക് ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. നീ ഒരു വിശകന്യകയാണല്ലോടി, വിശകന്യക. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. ആ കിടക്കയിലേക്ക് അവൾ വീണു. അവിടെ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു.
വെറുതെ വിട്ടു. ഈ സന്തോഷ വാർത്ത ആദ്യം തന്നെ സുഗന്ധിയെ അറിയിക്കുവാൻ ദേവിവർമ്മ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ കുതിരവണ്ടി സുഗന്ധിയുടെ അവിടെ ഒരാളുണ്ട്. സുഗന്ധി എവിടെ? മഹാരാജൻ, അങ്ങക്ക് ശിക്ഷ കിട്ടുമെന്ന് കരുതി, അങ്ങക്ക് അപമാനമാകുമെന്ന് കരുതി എന്റെ മോൾ വിഷം കഴിച്ചു. ദേവിവർമ്മ ഡോക്ടർ പരിശോധിക്കുന്നത് അടുത്ത കമലയും ബാല്യക്കാരും. ദേവിവർമ്മ ആ കട്ടിൽ നിന്ന്, ആ മുഖത്തു നിന്ന് പ്രസന്നത അകന്നിരിക്കുന്നു. ദേഹമാസകരം നീലങ്ങൾ. സുഗന്ധ, കണ്ണു തുറക്ക് സുഗന്ധ, കണ്ണു തുറക്ക്. അവൾ മെല്ലെ കണ്ണു തുറന്നു. സുഗന്ധ, കോടതി എന്നെ വെറുതെ വിട്ടു. ഈ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ നീ മഹാരാജൻ, അങ്ങ് വലിയവരാണ്, ലോകമറിയുന്ന ഒരു കലാകാരനാണ്. അങ്ങയുടെ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് താങ്ങാനായില്ല. ഈ സമൂഹം എനിക്ക് തന്ന അപമാനം എനിക്ക് സഹിക്കാനായില്ല. ദേവിവർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണുനീർ തുള്ളികൾ സുഗന്ധിയുടെ അയ്യോ, അങ്ങ് എനിക്ക് വേണ്ടി കരയുന്നു. കരയരുത്. അങ്ങനെ കാണാൻ വന്നല്ലോ. എനിക്ക് സന്തോഷം. എന്റെ ഈ ജന്മം സഫലമാണ്. അടുത്തിരുന്ന ഡോക്ടർ കണ്ണുകൾ തിരുമിയടച്ചു. പുതപ്പ് വലിച്ച് മുഖം മറിച്ചിട്ടു. അതാ അങ്ങകലെ ഒരു ചിത കത്തി എരിയുന്നത് നിർനിമിഷ്ടനായി നോക്കി നിൽക്കുകയാണ് ദേവിവർമ്മ. പ്രിയമുള്ളവർ, മതതീവ്രവാദത്തിന് അടിമപ്പെടാത്ത ഒരു രക്തസാക്ഷിയാണ് സുഗന്ധ. മാനവ സ്നേഹത്തിന്റെ വിശ്വസാഹോദര്യത്തിന്റെ ഉറവുകൾ വറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ആർഷഭാരതത്തിന്റെ സന്ദേശം നമുക്ക് ഏറ്റുചൊല്ലാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത്രയും നേരം എന്റെ കഥാപ്രസംഗം സശ്രദ്ധം കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.